Fayhas Kitchen പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായാൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. അതിനോടൊപ്പം തന്നെ തൊട്ടടുത്ത് കാണുന്ന ബെൽ ഐക്കൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്താൽ ഈ ചാനലിൽ വരുന്ന പുത്തൻ വീഡിയോസ് ഉടനെ തന്നെ നിങ്ങളിലേക്ക് എത്തുന്നതായിരിക്കും. നമുക്ക് നമ്മുടെ അടുക്കളത്തോട്ടത്തിൻ്റെ കൂടെ തന്നെ വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് മുയൽ വളർത്തൽ. അപ്പോൾ നമ്മുടെ വീട്ടമ്മമാർക്കൊക്കെ വളരെ അനായാസമായിട്ട് കൈകാര്യം ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം കൂടിയാണ് മുയൽ വളർത്തൽ കൃഷി. കുറഞ്ഞ മുതൽ മുടക്കും ഉയർന്ന പ്രജനന നിരക്കും പിന്നെ അതുപോലെ തന്നെ പരിമിതമായ തീറ്റ ചെലവും എന്നിവയെല്ലാം മുയൽ സംരംഭത്തിനുള്ള അനുകൂല ഘടകങ്ങളാണ്. ഇപ്പോൾ നമ്മൾ മുയൽ വളർത്തൽ കൃഷി ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട് എങ്കിൽ ആദ്യം നമ്മൾ എത്ര മുയൽ വളർത്തണം എന്നുള്ള കാര്യം നമ്മൾ തീരുമാനിക്കണം. ഫസ്റ്റ് നമ്മൾ ഒരു ജോഡി വാങ്ങി നോക്കി അത് നമുക്ക് ഓക്കെ ആണ് എന്നുണ്ടെങ്കിൽ മാത്രം നമ്മൾ ആ ഒരു കാര്യം കണ്ടിന്യൂ ചെയ്താൽ മതി. അല്ലെങ്കിൽ നമുക്കത് വലിയൊരു നഷ്ടമായിരിക്കും സംഭവിക്കുക. അപ്പോൾ നമ്മൾ ആദ്യം ഒരു ജോഡി വാങ്ങി നോക്കിയിട്ട് അത് നമുക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ മാത്രം നമ്മൾ ഈ ഒരു കാര്യം തുടർന്നാൽ മതിയാകും. ഇപ്പോൾ നമ്മൾ ഒരു യൂണിറ്റ് മുയൽ വാങ്ങിയിട്ടാണ് കൃഷി ചെയ്യുന്നത് എങ്കിൽ ഇപ്പോൾ ഒരു യൂണിറ്റ് എന്ന് പറഞ്ഞാൽ 10 മുയലുകൾ അടങ്ങിയിട്ടുള്ള ഒരു ഗ്രൂപ്പിനെയാണ് ഒരു യൂണിറ്റ് എന്ന് പറയുന്നത്. അതിൽ 7 പെൺമുയലും പിന്നെ അതുപോലെ തന്നെ 3 ആൺമുയലുമായിരിക്കും സാധാരണയായിട്ട് ഉണ്ടായിരിക്കുക. അപ്പോൾ നമ്മൾ ഒരു യൂണിറ്റ് മുയലാണ് വാങ്ങുന്നത് എങ്കിൽ അതിനാവശ്യമായിട്ടുള്ള തീറ്റപ്പുള്ളി നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവയ്ക്കുള്ള തീറ്റയ്ക്ക് വലിയ കുഴപ്പമുണ്ടാവില്ല. എപ്പോഴും നമ്മൾ നല്ല നാടൻ മുയലിനെ നോക്കി തിരഞ്ഞെടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. നാടൻ മുയലിനെ വളർത്തുകയാണെന്നുണ്ടെങ്കിൽ അതിന് പ്രതിരോധശേഷി കൂടുതലും പ്രജനനശേഷി കൂടുതലുമായിരിക്കും. അപ്പോൾ തുടക്കക്കാർക്കൊക്കെ നാടൻ മുയലായിരിക്കും ഒരുപാട് നല്ലത്. വൈറ്റ് ജയൻറ്റ്, ന്യൂസിലാൻഡ് വൈറ്റ് പിന്നെ അതുപോലെ സോവിയറ്റ് ചിഞ്ചില എന്നീ ഇനങ്ങളാണ് നമ്മുടെ നാട്ടിൽ കൂടുതലായിട്ടും പ്രചാരത്തിലുള്ളത്. അപ്പോൾ വൈറ്റ് ജയൻറ്റ് എന്ന് പറയുന്ന ഇനമൊക്കെ നമുക്ക് തുടക്കക്കാർക്കൊക്കെ വളർത്താൻ പറ്റിയ നല്ലൊരു ഇനമാണ് വൈറ്റ് ജയൻറ്റ്. പിന്നെ അതുപോലെ തന്നെ ന്യൂസിലാൻഡ് വൈറ്റൊക്കെ അതുപോലെ തന്നെ ഒരുപാട് പ്രത്യുൽപാദന ശേഷി കൂടുതലുള്ള ഇനങ്ങളാണ് ന്യൂസിലാൻഡ് വൈറ്റും വൈറ്റ് ജയൻറ്റൊക്കെ. അപ്പോൾ തുടക്കക്കാരൊക്കെ ഇത്തരത്തിലുള്ള ഇനങ്ങൾ ആദ്യം ഒന്ന് വളർത്തി നോക്കി അത് നമുക്ക് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ മാത്രം നമ്മൾ ഈ ഒരു കാര്യം നമ്മൾ കണ്ടിന്യൂ ചെയ്താൽ മതി. ഇവയ്ക്കുള്ള തീറ്റ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. രാവിലെയും വൈകുന്നേരവും കൃത്യസമയം നമ്മൾ തീറ്റ കൊടുത്തിരിക്കണം. പിന്നെ അതുപോലെ തന്നെ കൂട്ടിൽ എപ്പോഴും 24 ഹവേഴ്സും കൂട്ടിൽ വെള്ളം ഉണ്ടായിരിക്കണം, വെള്ളത്തിൻ്റെ സാന്നിധ്യം ഉണ്ടായിരിക്കണം. അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ വളരെയധികം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. പിന്നെ അതുപോലെ തന്നെ നല്ല അടച്ചുറപ്പുള്ള കൂടായിരിക്കണം. പല രൂപത്തിൽ നമ്മൾ കൂട് ഉണ്ടാക്കിയെടുക്കാം. മെഷ് ഉപയോഗിച്ചിട്ട്, നെറ്റ് ഉപയോഗിച്ചിട്ട് കൂടുണ്ടാക്കാം. പിന്നെ അതുപോലെ തന്നെ മരം ഉപയോഗിച്ചിട്ടൊക്കെ നമുക്ക് കൂടുണ്ടാക്കിയെടുക്കാം. അപ്പോൾ നല്ല അടച്ചുറപ്പുള്ളതും നല്ല വായുസഞ്ചാരവുമുള്ള നല്ല വൃത്തിയായിട്ടുള്ള കൂടാണ് നമ്മൾ ഉണ്ടാക്കേണ്ടത്. പരിസരമൊക്കെ നല്ല വൃത്തിയായിരിക്കണം. അങ്ങനെ മലിനമായിട്ട് കിടക്കുന്ന സാഹചര്യമാണെന്നുണ്ടെങ്കിൽ ഇവർക്ക് പെട്ടെന്ന് അസുഖം വരാനും അങ്ങനെ ചത്തുപോകാനൊക്കെ ചാൻസ് കൂടുതലാണ്. അപ്പോൾ വൃത്തി വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അത് വളരെ ശ്രദ്ധിക്കണം. പിന്നെ വെള്ളവും തീറ്റയൊക്കെ എപ്പോഴും നമ്മൾ അതാത് സമയത്ത് തന്നെ നമ്മൾ കൊടുത്തിരിക്കണം. മുയലുകൾക്ക് കൂടുണ്ടാക്കുന്ന സമയത്ത് കിഴക്ക് പടിഞ്ഞാറ് ദിശയിൽ സ്ലോപ്പ് വരുന്ന രീതിയിൽ വേണം കൂടുണ്ടാക്കാൻ. മുയലുകൾക്ക് രാവിലെയും വൈകുന്നേരവും ഉള്ള വെയിൽ ഒരുപാട് ഇഷ്ടമാണ്. അതുകൊണ്ട് കിഴക്ക് പടിഞ്ഞാറ് ദിശയിൽ സ്ലോപ്പ് വരുന്ന രീതിയിൽ കൂടുണ്ടാക്കുവാൻ വേണ്ടി ശ്രദ്ധിക്കുക. നല്ല ഗുണനിലവാരമുള്ള തീറ്റകൾ കൊടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം. അപ്പോൾ നമ്മൾക്ക് കടയിൽ നിന്നും വാങ്ങാൻ കിട്ടുന്ന പെല്ലറ്റ് അതും നമുക്ക് കൊടുക്കാം. പിന്നെ അതുപോലെ തന്നെ നമുക്ക് വീട്ടിൽ നിന്നും ഒഴിവാക്കുന്ന വേസ്റ്റൊക്കെ നമുക്ക് കൊടുക്കാവുന്നതാണ്. അപ്പോൾ നമ്മൾ തീറ്റ കൊടുക്കുന്ന സമയത്ത് നല്ല വൃത്തിയുള്ള തീറ്റ, നല്ല ഹൈജീനിക് ആയിട്ടുള്ള തീറ്റ വേണം നമ്മൾ കൊടുക്കാൻ. അല്ലെങ്കിൽ ഇവർക്ക് പെട്ടെന്ന് അസുഖം വരും. നമുക്ക് അടുക്കളയിൽ നിന്നൊക്കെ ഒഴിവാക്കുന്ന വേസ്റ്റ് മുയലുകൾക്ക് തീറ്റയായിട്ട് കൊടുക്കാവുന്നതാണ്. പിന്നെ അതുപോലെ തന്നെ മുയലിൽ നിന്നും കിട്ടുന്ന വേസ്റ്റ് നമുക്ക് നമ്മുടെ അടുക്കളത്തോട്ടത്തിൽ ഉപയോഗിക്കാവുന്നതുമാണ്. അങ്ങനെ നമ്മുടെ അടുക്കളത്തോട്ടത്തിൻ്റെ കൂടെ തന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു നല്ലൊരു കൃഷി രീതിയാണ് മുയൽ കൃഷി. അപ്പോൾ മുയലുകൾക്ക് ആവശ്യമായിട്ടുള്ള നല്ല ക്വാളിറ്റിയുള്ള തീറ്റകൾ നമുക്കിപ്പോൾ മാർക്കറ്റിൽ അവൈലബിൾ ആണ്. അപ്പോൾ നമുക്ക് അങ്ങനെ വാങ്ങാൻ പറ്റുന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് അങ്ങനെ വാങ്ങാവുന്നതാണ്. പെല്ലറ്റ് ഒക്കെ നമുക്ക് കടയിൽ നിന്നും വാങ്ങാൻ കിട്ടും. അതിനൊന്നും അത്ര ക്യാഷ് വരുന്നില്ല. അപ്പോൾ നമ്മൾ എപ്പോഴും നല്ല ഹൈജീനിക് ആയിട്ടുള്ള തീറ്റ കൊടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. അപ്പോൾ രാവിലെയും വൈകുന്നേരവും ഉച്ചക്കുമായിട്ട് നമുക്ക് ഇവയ്ക്ക് നല്ല തീറ്റ കൊടുത്തിരിക്കണം. ഇവയുടെ പ്രജനന കാലയളവ് എന്ന് പറയുന്നത് 28 ദിവസം മുതൽ 32 ദിവസം വരെയാണ്. അപ്പോൾ മുയൽ കൃഷി കൂടുതലായിട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട് എങ്കിൽ ഒരു യൂണിറ്റ് ആയിട്ട് ചെയ്യുക. അപ്പോൾ ഒരു യൂണിറ്റിൽ 10 എണ്ണമാണ് ഉണ്ടായിരിക്കുക. അപ്പോൾ കൂടുതലായിട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നവർക്ക് ഒരു യൂണിറ്റ് ചെയ്താൽ അതിൽ നിന്ന് തന്നെ നമുക്ക് ഇതിനുള്ള നല്ലൊരു റിസൾട്ട് കിട്ടുന്നതായിരിക്കും. നല്ല പാരൻ്റ് സ്റ്റോക്കിനെ സെലക്ട് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കണം. നല്ല ഹെൽത്തി ആയിട്ടുള്ള മുയലുകളെ നോക്കി നമ്മൾ തിരഞ്ഞെടുക്കണം വളർത്താൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ. ഇപ്പോൾ ഒരു മുയൽ പ്രസവിക്കാനായാൽ 25-ാം ദിവസം നമുക്ക് കൂട്ടിൽ നെസ്റ്റ് ബോക്സ് വെച്ച് കൊടുക്കാവുന്നതാണ്. അതിൽ കുറച്ച് വൈക്കോലോ അല്ലെങ്കിൽ കുറച്ച് പുല്ലോ വെച്ച് കൊടുത്താൽ അത് അതിൽ വന്ന് കൂടൊക്കെ ഒന്ന് സെറ്റാക്കിയതിന് ശേഷം അതിൽ വന്ന് പ്രസവിച്ചു കൊള്ളും. അപ്പോൾ നമ്മളൊരു നെസ്റ്റ് ബോക്സ് നിർബന്ധമായിട്ടും നമ്മൾ 25 ദിവസത്തിന് ശേഷം നമ്മളത് നിർബന്ധമായിട്ടും വെച്ച് കൊടുക്കേണ്ടതാണ്. നല്ല ക്വാളിറ്റിയുള്ള ഫുഡ് കൊടുത്തെങ്കിൽ മാത്രമേ നമുക്ക് നല്ല ക്വാളിറ്റിയുള്ള കുഞ്ഞുങ്ങളെ കിട്ടുകയുള്ളൂ. അപ്പോൾ ഫുഡിൻ്റെ കാര്യത്തിൽ ഒരു കോംപ്രമൈസും ചെയ്യരുത്. നല്ല വിറ്റാമിൻസ് ഉള്ള ഫുഡുകൾ തന്നെ കൊടുക്കാൻ ശ്രദ്ധിക്കണം. ഇപ്പോൾ പല രൂപത്തിലുള്ള നെസ്റ്റ് ബോക്സ് നമുക്ക് മാർക്കറ്റിനും അവൈലബിൾ ആണ്. അല്ലെങ്കിൽ ഇതുപോലത്തെ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ഒരു പാത്രം വെച്ച് കൊടുത്താലും മതിയാവും. ഇത്തരത്തിലുള്ള ബോക്സുകളൊക്കെ നമുക്ക് അതിന് നെസ്റ്റ് ബോക്സ് ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്.
പിന്നെ അതുപോലെ മുയലുകൾക്ക് ആവശ്യമായിട്ടുള്ള വൈറ്റമിൻസ്, പിന്നെ അതുപോലെ തന്നെ കാൽഷ്യം സപ്ലിമെൻറ്റ്സ്, പിന്നെ മിനറൽസ് കാര്യങ്ങളൊക്കെ നമ്മൾ കൃത്യസമയത്ത് നമ്മൾ കൊടുത്തിരിക്കണം. ഇതൊക്കെ നമുക്ക് മാർക്കറ്റിൽ നിന്നും അവൈലബിൾ ആണ്. പിന്നെ നമുക്ക് പിണ്ണാക്ക് കൊടുക്കാം, പിന്നെ അതുപോലെ തന്നെ ചോളത്തിൻ്റെ തവിട് നമുക്ക് കൊടുക്കാം, പിന്നെ നമ്മുടെ അരിയുടെ തവിട്, നമുക്ക് നെല്ല് കുത്തിയ തവിട് വരെ നമുക്ക് ഇവർക്ക് കൊടുക്കാവുന്നതാണ്. പിന്നെ മുയലുകൾക്ക് കൊടുക്കാൻ പാടില്ലാത്ത കുറച്ച് ഇലകളാണ് ചേമ്പിൻ്റെ ഇല, പിന്നെ അതുപോലെ തന്നെ പപ്പായയുടെ ഇല, നമ്മുടെ കപ്പയുടെ ഇലയൊന്നും നമ്മളധികം കൊടുക്കാതിരിക്കുന്നതാണ് നല്ലത്. പിന്നെ മുരിക്കിൻ്റെ ഇല, പിന്നെ അതുപോലെ തന്നെ വാഴയുടെ ഇല ഒക്കെ നമുക്ക് കൊടുക്കാവുന്നതാണ്, നല്ലതുപോലെ കഴിക്കുന്നതാണ്. രാത്രി സമയങ്ങളിൽ നമുക്ക് കൂട്ടിൽ കുറച്ച് തീറ്റകളൊക്കെ വെച്ച് കൊടുക്കുന്നത് നല്ലതാണ്. ഫംഗസ് രോഗമാണ് സാധാരണയായി മുയലുകൾക്ക് കണ്ടുവരുന്നത്. അതിന് എപ്പോഴും കൂട് നല്ല വൃത്തിയായിരിക്കണം. അങ്ങനെ പൂപ്പൽവാത അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഉണ്ടാകാൻ പാടില്ല. മുയലുകൾക്ക് ഫീഡിങ് നല്ലതുപോലെ കൊടുത്തിരിക്കണം, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ 2 നേരം കൃത്യമായിട്ട് നമ്മൾ അവർക്ക് ഭക്ഷണം കൊടുത്തിരിക്കണം. ഒരേ സമയത്തിന് കൊടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. നമ്മുടെ വീട്ടിലുള്ള മറ്റു അംഗങ്ങൾക്കും മുയൽ കൃഷിയെക്കുറിച്ചുള്ള അറിവുകൾ നമ്മൾ പറഞ്ഞു കൊടുത്തിരിക്കണം. ഇങ്ങനെ ചെയ്താൽ നമ്മളിപ്പോൾ വീട്ടിലില്ലാത്ത സമയത്ത്, അങ്ങനെയാണെങ്കിൽ നമ്മൾ വീട്ടിലില്ലാത്ത സമയത്ത് അവയ്ക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കാൻ അവർക്ക് കഴിയും. അതുകൊണ്ട് നമ്മുടെ വീട്ടിലുള്ള മറ്റു അംഗങ്ങൾക്കും ഇതിനെക്കുറിച്ചുള്ള ഒരു അറിവ് ഉണ്ടായിരിക്കണം. അപ്പോൾ എപ്പോഴും ചെറിയ രീതിയിൽ തുടങ്ങി അതിനെക്കുറിച്ച് പഠിച്ചിട്ട് വേണം മുയൽ കൃഷി നമ്മൾ തുടങ്ങാൻ വേണ്ടിയിട്ട്. ചൂട് അധികം ഇഷ്ടമില്ലാത്തൊരു ജീവിയാണ് മുയൽ. അപ്പോൾ എപ്പോഴും നമ്മളൊരു 30 ഡിഗ്രിക്ക് താഴെ ചൂട് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കണം. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ മുയൽ കൃഷിയിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക, വീഡിയോ ഷെയർ ചെയ്യുക. അപ്പോൾ പുതിയ കൃഷി അറിവുകളും ടിപ്സുകളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.